ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മറ്റു വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചക ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹോത്സവത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അതിന് തൗഫീഖ് തന്ന അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി തിരുമേനി ഉദയം ചെയ്യുമ്പോൾ ഏതൊരവസ്ഥയാണോ ലോകത്ത് ഉണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് തന്നെ ലോകം മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അക്രമവും അനീതിയും അധർമ്മവും കൊലയും മരങ്ങു തകർക്കുന്നു. അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് ജനനായകർ മാമോദി സുമുക്കുന്നു. പെൺകുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് ജാഹിലിയ കാലത്ത് കുഴിച്ചുമൂടിയിരുന്നതെങ്കിൽ ഈ സൈബർ യുഗത്തിൽ വയറ്റിൽ വെച്ച് തന്നെ സ്കട്ട് മിസൈൽ കണക്കെ ഇഞ്ചക്ഷൻ ചെയ്ത് തുണ്ടമായി വിട്ടുനിർക്കുന്നു. ഒരു വേള പ്രസവിച്ചാൽ പോലും പെറ്റതള്ള തന്നെ ആ ചോരപ്പൈതനെ പ്ലാസ്റ്റിക് കവറിലാക്കി കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്നതും ജീവനോടെ കുടിച്ചുമൂടുന്നതും ഈ കൊച്ചു കേരളത്തിലെ ദൃശ്യശ്രാവ്യ പത്രമാധ്യമങ്ങളിലൂടെ നാം ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. 1000 പുരുഷന്മാർക്ക് 1056 സ്ത്രീകളുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 6 വയസ്സിന് താഴെയുള്ള 1000 ആൺകുട്ടികൾക്ക് 923 പെൺകുട്ടികളെ ഉള്ളൂ. 1000-ൽ തന്നെ 77 കുട്ടികളുടെ കുറവുള്ളതായി 2001 സെൻസസ് നമ്മോട് പറഞ്ഞു തരുന്നെങ്കിൽ പെൺഭ്രൂണത്തിൽ നമ്മുടെ നാട്ടിൽ ഭീതിതമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നു. കൊലയാളികളായി ഇത്തരം മാതാപിതാക്കളോട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു. ഈ രീതിയിൽ കൊല ചെയ്യപ്പെടുന്ന പിഞ്ചോമന മക്കൾ അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് മാതാപിതാക്കളുടെ കുഞ്ഞിനെ പിടിച്ച് ചോദിക്കും, ഏത് പാപത്തിന്റെ പേരിലാണ് ഞങ്ങൾ കൊല ചെയ്യപ്പെട്ടത് എന്ന്. അതിന് വ്യക്തമായ മറുപടി നൽകേണ്ടി വരുമെന്ന് ഓർക്കുക. കൊലയ്ക്ക് ശാശ്വത നരകമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ തെളിവുപെടുത്തുന്നു. ഇനി ആ മക്കളെ ജനിക്കാൻ അനുവദിക്കുകയും നല്ല അച്ചടക്കത്തോടെ ദീനീ ചിട്ടയിൽ വളർത്തിക്കൊണ്ടുവന്ന് അനുവദനീയമായ രീതിയിൽ വിവാഹം കഴിച്ചേക്കുകയും ചെയ്താൽ ജഗനീയന്താവ് സ്വർഗം നൽകുന്നതാണ്. മുഖമക്കരയും ഫുൾക്കയുമായി മദ്രസയിലേക്ക് വന്ന കുട്ടികൾ മദ്രസ കഴിഞ്ഞ് പ്രായം തികഞ്ഞ് പുറ്റിലിഞ്ഞു നിൽക്കുമ്പോൾ നയൻതാരയും കാവ്യാമാധവനും കാണിച്ചു തരുന്ന ഇടിയും ലാച്ചയും ലാറയും സറാറയും ഫലയും വിട്ട് ശരീരത്തിന്റെ തടിപ്പും വെടിപ്പും കൊഴുപ്പും ഒക്കെ കാട്ടി നടക്കുന്നത് എന്തുമാത്രം ലജ്ജാകരമല്ല. ഈ ചെല്ല നടത്തം കണ്ടുകൊണ്ടല്ലേ പൂവാലന്മാർ പാടുന്നത്, കൽബിനുള്ളിൽ നീയാണ് നെഞ്ചിനുള്ളിൽ നീയാണ്. അപ്പോൾ നാണം കുണുങ്ങി നടക്കേണ്ട മണ്ണിൽ ലജ്ജേതുമില്ലാതെ പാടാൻ സിനിമക്കാരൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, ലെറ്ററൊന്ന് വേണ്ടേ. ഈ രീതിയിൽ തരം താന്ന മുസ്ലിം സമൂഹം സിനിമാ നടിമാരെ തിട്ടമടിച്ച് മാപ്പിളപ്പാട്ടി എന്ന ഓമന പേരിൽ ഇറക്കുന്ന തെറിപ്പാട്ടിന്റെ സീറ്റുകൾ വാങ്ങി അണ്ണാക്ക് തൊടാതെ വിടുങ്ങുന്ന മന്ദബുദ്ധി കുസ്മാറ്റങ്ങളായി മാറിയിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞുകൊടുത്ത് മക്കളെ നേർവഴിയിലേക്ക് നയിക്കേണ്ട ഉമ്മമാരാകട്ടെ ടൈറ്റ് ഫിറ്റ് പർദ്ദ ധരിച്ച് ടൈലറിന്റെ കടുത്തിലെ മീറ്റർ ടാപ്പ് പോലെ ഒരു ശാളും ചുറ്റി കടുത്തിലെ ചെവിടിയും നെക്ലേസും തലയും തലമുടിയും ഒക്കെ കാണിച്ച് ലജ്ജാവതി ചമഞ്ഞു നടക്കുന്നു. പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, നിങ്ങൾ ഇതെല്ലാം മാറ്റി സ്വന്തം നന്നാവുകയും സ്വന്തം മക്കളെ നന്നാക്കുകയും ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കുക സാധ്യമല്ല. മഗ്‌രിബിന് ശേഷം നൂറുൽ ഈമാനും അലൈഹിസ്സലാത്തും കഞ്ചില്ലർഷും മോദിയിരുന്ന ഉമ്മമാരാകട്ടെ അതെല്ലാം വലിച്ചെറിഞ്ഞ് ചിങ്ങലിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന സീരിയലുകൾക്ക് മുമ്പിൽ ചടഞ്ഞിരിക്കുന്നു. തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് നടക്കേണ്ടവർ റിമോട്ട് കയ്യിലേന്തി കല്ലകൾ മാറ്റുന്ന